ഭാസ്കര കാരണവർ വധക്കേസ് പ്രതി ഷെറിന്റെ മോചനം മരവിപ്പിച്ച സർക്കാർ. ബാഹ്യ സമ്മർദ്ദമുണ്ടായി എന്ന ആരോപണത്തെ തുടർന്നാണ് തീരുമാനം. മോചനം തടയണമെന്ന് ഗവർണർക്ക് പരാതി ലഭിച്ചിരുന്നു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഈ കേസ് തന്നെ തുടക്കം മുതൽക്കേ ഷെറിൻ എന്നയാളുടെ ഒരു സാന്നിധ്യം കൊണ്ട് വിവാദത്തിലുള്ള ഒരു കേസാണ്. അത് കഴിഞ്ഞ് ജയിലിൽ എത്തിയപ്പോഴും ഷെറിൻ എന്നും വിവാദങ്ങളുടെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ സർക്കാർ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. സർക്കാർ നല്ല നടപ്പിന് വളരെ പെട്ടെന്ന് ഇളവ് നൽകി പുറത്തേക്ക് വിടാൻ ഒരുങ്ങുമ്പോഴാണ് അത് വാർത്തയാവുന്നതും വിവാദമാവുന്നതും. പക്ഷെ അത് കഴിഞ്ഞും പ്രശ്നങ്ങൾ മാറിയില്ല. ഇപ്പോൾ സർക്കാർ ആ തീരുമാനത്തിൽ നിന്ന് പൂർണ്ണമായും പിന്മാറിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും അത്തരമൊരു വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതായത് 2009 നവംബർ 8-നാണ് ഭാസ്കരക്കാരനവരെ മകന്റെ ഭാര്യയായിരുന്ന ഷെറിനും കാമുകനും ചേർന്ന് വീടിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം ഈ കൃത്യത്തിൽ നേരിട്ട് ഷെറിന് പങ്കുണ്ട് എന്ന കാര്യം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ജീവപര്യന്തം തടവിന് വിധിച്ചത്. അങ്ങനെ 14 വർഷം ശിക്ഷ പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ഇളവ് നൽകിക്കൊണ്ട് മോചനം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ സർക്കാർ തലത്തിൽ നടന്നത്. അങ്ങനെ ഷെറിന്റെ മോചനം യാഥാർത്ഥ്യമായേക്കുമെന്ന ഒരു ഘട്ടമെത്തുകയും അപ്പോൾ ബാഹ്യസമ്മർദ്ദം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. മന്ത്രിസഭയിലെ ഒരു അംഗം ഉൾപ്പെടെ ഷെറിന് വേണ്ടി മോചനത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തുവരികയും ഗവർണർക്ക് ഈ മോചനം ചോദ്യം ചെയ്തുകൊണ്ട് നിവേദനം ലഭിക്കുമെന്ന ഒരു ഘട്ടം എത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഷെറിന്റെ ഭാസ്കര കാരണവർ വധക്കേസിലെ മുഖ്യപ്രതി ഷെറിന്റെ മോചനം മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അടിയന്തരമായി ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. അതായത് ഈ മോചിപ്പിക്കാനുള്ള തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ടതിനു ശേഷവും അന്തേവാസികളുമായി, ജയിലിലെ അന്തേവാസികളുമായി ഷെറിൻ കയ്യാങ്കളി ഏർപ്പെട്ടെന്നും പരസ്പരം വാക്പോര് നടത്തിയെന്നും അങ്ങനെ ചില പ്രശ്നങ്ങളിലേക്കൊക്കെ വീണ്ടും ചെന്നെത്തുന്ന സാഹചര്യം ഉണ്ടായി എന്നുമാണ് പുറത്തുവന്ന വിവരങ്ങൾ. അതിനു പിന്നാലെയാണ് ഷെറിന്റെ മോചനം യാഥാർത്ഥ്യമാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് കടന്നാൽ അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ ഈ വിഷയത്തിൽ വിശദീകരണം ചോദിച്ചേക്കുമെന്ന ഒരു ഘട്ടത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഷെറിന്റെ മോചനം മരവിപ്പിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായത് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. താമസിച്ച ജയിലിലെല്ലാം ഷെറിൻ പ്രശ്നമുണ്ടാക്കിയിരുന്നു എന്നാണ് വാർത്തകൾ വന്നിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ഈ തീരുമാനം വന്ന ശേഷം ഒരു വിദേശത്തു നിന്നും ഉള്ള ഒരു വനിതയെ ജയിലിൽ വെച്ച് മർദ്ദിക്കാൻ ശ്രമിച്ചു, കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്ന സംഭവത്തിൽ കൂടി ഷെറിനെതിരെ നടപടികൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സർക്കാർ ഇങ്ങനെയൊരു മരവിപ്പിക്കുന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ആശാസമരം ഒത്തുതീർപ്പാക്കാൻ ആരോഗ്യമന്ത്രി വിളിച്ച യോഗമാണ്, ചർച്ചയാണ്. വീണ ജോർജ് വിളിച്ച ചർച്ച ഇന്ന് നടക്കും. വൈകിട്ട് 3 മണിക്ക് മന്ത്രിയുടെ ചേംബറിലാകും ചർച്ച. വിവരങ്ങളുമായി ഡാൻ തന്നെ ചേരുന്നുണ്ട്. ഡാനിലേക്ക് പോകും മുൻപ് ഇന്ന് രാവിലെ ആശാവർക്കർമാർ നമ്മളോട് സംസാരിച്ചിരുന്നു, സംഘടനാ നേതാക്കൾ സംസാരിച്ചിരുന്നു. അവരുടെ വാക്കുകളിലേക്ക്. നമ്മൾ ഈ 53ാമത്തെ ദിവസം രാപ്പകൽ സമരം തുടങ്ങി, നിരാഹാര സമരം തുടങ്ങി 15ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ ദിവസം ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന ഓണറേറിയത്തിന്റെ വിഷയത്തിലും വിരമിക്കൽ ആനുകൂല്യത്തിന്റെ വിഷയത്തിലും ഒരു സെറ്റിൽമെന്റ് നടത്തണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഒരു സമരം നടക്കുന്നു. ആ സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മീറ്റിംഗ് വിളിക്കുന്നത്, മറ്റൊരു സാഹചര്യത്തിലുമല്ല. അതുകൊണ്ട് സമരസമിതി ഉന്നയിക്കുന്ന ഡിമാൻഡുകളായിരിക്കണം ചർച്ച ചെയ്യേണ്ടുന്നത്, പരിഗണിക്കേണ്ടത്. കാരണം അങ്ങനെ വ്യത്യസ്തമായൊരു നിലപാടില്ലല്ലോ, അത് അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം 2 തവണ ചർച്ച നടത്തിയപ്പോഴും ഞങ്ങൾ ആ നിലപാടിൽ ഉറച്ചുകൊണ്ടാണല്ലോ ഗവൺമെന്റ് വെക്കുന്ന മറ്റു വിഷയങ്ങളിലേക്ക് ഞങ്ങൾ കടക്കാതിരുന്നത്. അത് വളരെ വ്യക്തമാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിങ്ങൾ തയ്യാറാകില്ല എന്നാണോ? വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾ വെച്ചിരിക്കുന്ന ഡിമാൻഡിന്റെ പുറത്ത് ഗവൺമെന്റ് എത്രയാണെന്ന് പറയട്ടെ, അവിടെയാണത്. അതാണ് വിട്ടുവീഴ്ച. ഡാൻ, 53ാം ദിവസവും സമരത്തിലാണ് ആശമാർ. അപ്പോൾ 3ാം വട്ട ചർച്ചയിലേക്ക് കടക്കുമ്പോൾ പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. ഇത്തവണ ചർച്ചയ്ക്ക് മറ്റ് തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, ഈ ആശാ വർക്കർമാരുടെ തന്നെ മറ്റ് സംഘടനാ പ്രതിനിധികൾ, INTUC, CITU അവരെ വിളിച്ചിട്ടുണ്ട്. JP നഡ്ഡയെ കണ്ട് വന്നതിന് ശേഷമാണ് ഈ 3ാം വട്ട ചർച്ച നടക്കുന്നത്. അതായത് മുൻപ് സർക്കാരിന്റെ പരിമിതികളും പ്രതിസന്ധികളും മനസ്സിലാക്കണമെന്ന് മാത്രമാണ് സർക്കാരിന് മുന്നോട്ട് വെക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ അതിനപ്പുറത്ത് ഇന്നത്തെ ചർച്ചയിൽ എന്തെങ്കിലും നടക്കും എന്ന സൂചനകളുണ്ടോ? അങ്ങനെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം വെറുതെ കഴിഞ്ഞ തവണ നടന്നതുപോലെ 2 ചർച്ച നടന്നു, സമരം അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുന്നതിനപ്പുറത്തേക്ക് ഒത്തുതീർപ്പ് ഫോർമുല സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മുമ്പോട്ട് വെക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ്
INTUCന്റെയും CITUവിന്റെയും പ്രതിനിധികൾ കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനെ ഗൗരവത്തിൽ കാണുന്നതും, അതായത് പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഒരു ഫോർമുല മുമ്പോട്ട് വെച്ചുകൊണ്ട്, അതായത് ഒരു ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലോ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലെ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു ചർച്ചയിലേക്ക് അടിയന്തരമായി കടന്നത് എന്ന് വേണം കരുതാൻ. അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകുക? അതല്ല എങ്കിൽ ആ ഇൻസെന്റീവിന് പുറമെ മറ്റേതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ആശാവർക്കർമാർക്ക് നൽകുന്ന കാര്യത്തിൽ സർക്കാർ ഒരുപക്ഷെ ഒരു തീരുമാനം കൈക്കൊണ്ടേക്കാമെന്നാണ് സൂചന. സമാന ആവശ്യങ്ങൾ CITUവും INTUCയും മുമ്പോട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് അവർ മുമ്പോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ കൂടി കൃത്യമായി പരിഗണിച്ചുകൊണ്ട് ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് നീങ്ങി 53 ദിവസമായി തുടരുന്ന ഈ സമരം ഏത് വിധേനയും ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് വൈകുന്നേരം ആരോഗ്യമന്ത്രിയുടെ ചേംബറിൽ നടക്കുന്ന ചർച്ചയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് 3:30-ക്കാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ ചർച്ച. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അവരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടിയാണ് അവർ ഈ 53-ാം ദിവസവും സെക്രട്ടേറിയറ്റ് നടയിൽ ഒരു കൂട്ടം സ്ത്രീകൾ ഇരിക്കുന്നത്. അവർക്ക് മടങ്ങിപ്പോകാനാകും, പ്രതീക്ഷയോടെ സന്തോഷത്തോടെ മടങ്ങിപ്പോകാനാകും എന്ന് നമുക്കും ശുഭാപ്തി വിശ്വാസത്തിൽ മുന്നോട്ട് പോവാം.